ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് എൻ്റെ കസിൻ ചേച്ചീൻ്റെ എന്താ പറയുക കല്യാണമാണ്. ഇപ്പോൾ കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് പോവാം. അപ്പം നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ വന്നിട്ട് നമ്മുടെ ധാവണി എടുക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ വന്നിട്ട്. അപ്പം നമ്മൾ പോകുന്നത് പ്രീതി സിൽക്സിക്കാണ്, മലപ്പുറത്ത്. അവിടെ ചെന്ന സമയത്ത് ധാവണിയാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. പക്ഷെ ധാവണിക്കൊന്നും എന്താ പറയുക, ഒരു പെർഫെക്ഷൻ തോന്നിയില്ല കേട്ടോ. ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം പ്ലേറ്റ് മാറ്റി നേരെ സാരിയിലോട്ട് ചാടി. പക്ഷേ സാരി വന്നിട്ട് വേഗം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വേഗം സെലക്ട് ചെയ്തു. പൊതുവേ 2 മണിക്കൂറൊക്കെ എടുക്കുന്ന ഷോപ്പിംഗ് 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചി വന്നിട്ട് ഈ സാരിയാണ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. എനിക്കാണെങ്കിൽ ഈ സാരി അങ്ങ് കണ്ടപ്പോൾ അങ്ങ് ലൈക്കായി പോയിട്ടോ. ഇതിൻ്റെ കളർ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചൊക്കെ വന്നു കേട്ടോ. ഹേയ് ഗായ്സ്, അപ്പോൾ നമ്മുടെ നാളെയാണ് കേട്ടോ കല്യാണം. ഞാൻ ഈ ഒരു വ്ളോഗിൽ കുറച്ച് സാധനങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചതാണ്. ഞാൻ എന്താ പറയുക, ജ്വല്ലറി ഷോപ്പിംഗ്, പിന്നെ അതേപോലെ മേക്കപ്പ് ഹോൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചാൽ. പക്ഷെ അതൊന്നും ഉൾപ്പെടുത്താൻ ഒരു ടൈം കിട്ടിയില്ല. എന്നിട്ട് ഇപ്പോൾ കല്യാണത്താലേ ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂർ കൂടി കഴിഞ്ഞ കല്യാണമാണ്. എന്നിട്ട് എനിക്കിപ്പോൾ ഈ നട്ടപ്പാതിരിക്കാണ് ഓർമ്മ വന്നത്, ഇതൊന്നും കാണിച്ചിട്ടില്ല. വീട്ടിലെല്ലാവരും കിടന്ന് ഉറങ്ങി. പക്ഷേ എൻ്റെ ഡെഡിക്കേഷൻ കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നിങ്ങൾ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്ത് പോവാണ്ടിരിക്കണം. ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് സബ്സ്ക്രൈബർ കുറയല്ലാണ്ട് കൂടുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ വാചകടിച്ച് ഈ സബ്സ്ക്രൈബേഴ്സിനെ കുറയ്ക്കുന്നില്ല. ഞാൻ എന്തായാലും ഉള്ള പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചു. അപ്പം ഞാൻ മേക്കപ്പ് വാങ്ങാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പിൻ്റെ ABCD അറിയില്ല. സംഭവം ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കാറുണ്ടെങ്കിലും, പുഷ്പലത ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടെങ്കിൽ പോലും എനിക്ക് മേക്കപ്പിൻ്റെ ബേസ് അറിയില്ല, വലിയ പിടുത്തല്ല. എന്നിട്ട് ഞാൻ ഫൗണ്ടേഷൻ, കൺസീലർ, പിന്നെ അതേപോലെ തന്നെ പ്രൈമർ വാങ്ങാൻ പോയി. ഈ പ്രൈമർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കുറേ എന്താ പറയുക കൺസീലറിൻ്റെയും വീഡിയോസ് അതും ഇതൊക്കെ കണ്ടപ്പോൾ അതിലിങ്ങനെ പ്രൈമറിനെ കുറിച്ച് കേട്ടു. അങ്ങനെ പ്രൈമർ വാങ്ങി. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ വന്നിട്ട് പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഫൗണ്ടേഷൻ വന്നിട്ട് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഈ ബ്രാൻഡ് എന്ന് പറയാൻ പോലും പാടില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും, ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു റിച്ച് ന്യൂഡാണ് എൻ്റെ ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട്. ഇതാണെങ്കിൽ ഇതിന്ന് എടുക്കാൻ പറ്റുന്നത് റിച്ച് ന്യൂഡ്. പക്കാ ഫെയറും അല്ല, എന്നാൽ എന്താ പറയുക ഡസ്റ്റി സ്കിൻ ടോണും അല്ല, ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു സ്കിൻ ടോണാണ്. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുന്നുണ്ടോ എനിക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒന്നാമത് എന്താ പറയുക ലൈറ്റിങ്ങും പൂവറാണ്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് വാങ്ങാൻ പോയിട്ട് എനിക്ക് കോമഡി ആയിരുന്നു. അതായത് എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മേക്കപ്പിൻ്റെ ABCD അറിയില്ല. എന്നിട്ട് ഞാൻ ചെന്നിട്ട് വന്നു ഫൗണ്ടേഷൻ എടുത്ത് ആദ്യം ചോദിച്ചു ഷെയ്ഡ് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ എടുത്തു കറക്റ്റായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൺസീലറും തന്നു, പിന്നെ പ്രൈമറും തന്നു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് BB ക്രീം വേണ്ടേ, ഞാൻ വേണ്ട. കോമ്പാക്റ്റ് വേണ്ട. മേക്കപ്പ് ഫിക്സർ വേണ്ട. എന്നിട്ട് ഇവരൊരു 10-20 സാധനങ്ങളുടെ പേര്, സെറ്റിംഗ് സ്പ്രേ വേണ്ടേ. എനിക്കിതൊന്നും എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. പിന്നെ രാജേഷ് കുമാറായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം. ഇപ്പോൾ കല്യാണത്തിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം, വ്ളോഗൊക്കെ എന്തായാലും ഇടുമായിരിക്കും. അപ്പോൾ പിന്നെ ഇനി ലാസ്റ്റ് പുഷ്പലത ചേച്ചി ആവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ഓക്കെ. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ പ്രൈമർ. ഇതെന്താ ലക്യൂ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. അപ്പോൾ അതും വാങ്ങി. പിന്നെ ഒരു കൺസീലർ ഞാൻ കാണിച്ചു തരാം. ഇതെന്താ റിച്ച് ഐവറിയോ അതെന്താണ് ഈ ഷെയ്ഡിൻ്റെ പേര്. പക്ഷേ എനിക്ക് ഈ കൺസീലർ ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ ഇത് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ വൃത്തിയാവുന്നില്ല. അതിനിപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ അറിയാനായിട്ടാണോ എന്നറിയില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ പുറത്തൊക്കെ പോയപ്പോൾ ഇട്ടൊക്കെ നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് ഒട്ടും റെഡി ആവുന്നില്ല. ഞാൻ മിക്കവാറും ഈ സാധനത്തിനെ ഒഴിവാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഫൗണ്ടേഷൻ കൊള്ളാൻ ഇട്ട് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ പ്രൈമറും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് പ്രൈമർ പ്ലസ് ഫൗണ്ടേഷനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും നാളെ അറിയാം ശരിക്കും എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്ത സാധനങ്ങൾ നമ്മുടെ എന്താ പറയുക മാല, കമ്മൽ പോലത്തെ സാധനങ്ങളെല്ലാം. അപ്പോൾ അത് നമുക്ക് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന മാലതാണ്. ഇതാണ് വന്നിട്ട് ഇവിടെ നമ്മുടെ ദേവീൻ്റെ ഒക്കെ ഒരു സരസ്വതി ദേവീൻ്റെ ഒരു ലോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഗോൾഡൻ ബീഡ്സ് വരുന്ന ടൈപ്പ്. ഇത് ഞാൻ ഒരു ഓൺലൈൻ സ്റ്റോറിലാണ് വാങ്ങിയത്. ഇതിന് പ്രൈസ് വന്നിട്ട് 200 സംതിങ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ മറ്റേ കമ്മൽ വരുന്നുണ്ട്, സ്റ്റഡിൻ്റെ കമ്മൽ. ഇങ്ങനത്തെ സ്റ്റഡിൻ്റെ സരസ്വതി ദേവീൻ്റെ തന്നെ സ്റ്റഡിൻ്റെ കമ്മൽ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ചേച്ചീൻ്റെ അവളുടെ ജിംക്കി കമ്മൽ, അതിൽ ഈ പറഞ്ഞ പോലെ ദേവീൻ്റെ ഇത് വരുന്ന ടൈപ്പ് ജിംക്കി കമ്മലും. പിന്നെ അവളുടെ മാല ഞാൻ കാണിച്ചു തരാം. മാല വന്നിട്ട് ഇതാണ് മാല. ഇവിടെ ഒരു എന്താ പറയുക ഗ്രീൻ സ്റ്റോണൊക്കെ വന്നിട്ട് ഇവിടെ അതേ ദേവീൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിന് 600 സംതിങ് എന്തോ ആണ് റേറ്റ് ആയത്. പിന്നെ ഇത് നമ്മുടെ ഹിപ്പ് ചെയിൻ, രണ്ടുപേർക്ക് ഒരേപോലെ. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിപ്പ് ചെയിൻ വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജ്വല്ലറി ഐറ്റംസ്. അപ്പോൾ എനിക്ക് ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതും കൂടി നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണത്തലേന്നൊക്കെ ഇരുന്ന് വീഡിയോ കുത്തിരുന്ന് എടുക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ നാളെ രാവിലെ അലാറം വെച്ച് എണീക്കുമ്പോഴേക്ക് കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞ് ഒരു പോകുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ കല്യാണത്തിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ ബൈ.